ഹായ് ഫ്രണ്ട്സ്, പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു. ഒരുപക്ഷെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശനമായിരിക്കണം. പറയാൻ പറ്റുമല്ല, ഇനിയിപ്പോ അടുത്തയാഴ്ച വീണ്ടും വരുമെന്ന് പറയാൻ പറ്റുമല്ല. ഇപ്പൊ ആഴ്ചയിലാഴ്ചയല്ല വരവ് കേരളത്തിലോട്. ഞങ്ങൾ കേരളം പിടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാ ഒരിക്കൽ. എവിടെ? കേരളം പോയിട്ട് തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഈ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് ആവുകയില്ല. ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നു. വേണ്ടല്ലോ, BJP ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്. UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മേംപൊടിക്ക് ഗുജറാത്ത്, 5 സംസ്ഥാനം മതി അവർക്ക്. അവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. അവിടെ ഏത് പ്രശ്നങ്ങളിലും ഇടപെടാറുണ്ട്, വേണ്ട സഹായ സഹകരണം ചെയ്യാറുമുണ്ട്. കേരളം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. കേരളം മാത്രമല്ല, തെക്കേ ഇന്ത്യ പൊതുവെ അവഗണിക്കപ്പെടുകയാണ്. അത് തന്നെയാണ് നമ്മുടെ പരാതി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ആ പരിഗണന കേരളത്തിന് കിട്ടുന്നില്ല. ഇതേ പരാതി കേരളം മാത്രമല്ല, മറ്റ് പല സംസ്ഥാന ഗവൺമെന്റുകളും ആരോപിക്കാറുണ്ട്. അതിൽ കാര്യവുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിന്റെ ചിരകാല ആവശ്യങ്ങൾ പലതും ഇപ്പോഴും ബാക്കിയാ. 10 വർഷം ഭരിച്ചിട്ടും ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമല്ല. ഈ അടുത്ത ദിവസം അരി കൊടുക്കുന്നുണ്ട്. ഭാരത് റൈസ് 29 രൂപ. നല്ല കാര്യമാണ്, നിഷേധിക്കുന്നില്ല. ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അത് BJP മാത്രമല്ല, ഇതാ കേരള ഗവൺമെന്റ് കൊടുക്കാൻ പോവാ. അടുത്ത 1-ാം തീയതി മുതൽ അവർ 29 കൊടുക്കുമ്പോ LDF കൊടുക്കുന്നു 25-ന് 10 കിലോ വീതം ഓരോ കാർഡിനും. അതും ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും കാണുമായിരിക്കും എന്ന് പ്രത്യാശിക്കാം. എല്ലാം ഇലക്ഷൻ തന്ത്രങ്ങൾ, ഇലക്ഷൻ തന്നെ മുഖ്യം. ഇത് മാത്രവുമല്ല, ഇലക്ഷൻ പ്രമാണിച്ച് സൗജന്യങ്ങൾ വാരി വിതരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാ ഇന്ന് വന്നൊരു വാർത്തയെന്ന് പറയുന്നത്, കോവിഡ് കാലത്ത് വർദ്ധിപ്പിച്ച പാസഞ്ചർ ട്രെയിനുകളുടെ മിനിമം ചാർജ് കുറച്ചിരിക്കുന്നു. 30 രൂപ ആയിരുന്നു 10 രൂപയാക്കി. പക്ഷെ കുറയ്ക്കേണ്ടിയിരുന്ന ഇതൊന്നുമല്ല. പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, LPG, അങ്ങനെ എന്തെല്ലാം കൂടി. അതുമെല്ലാം കുറയ്ക്കുമോ? അതൊന്നും തൊടത്തില്ല. അല്പസ്വല്പം മേമ്പൊടിക്ക് ഇലക്ഷൻ കഴിയുന്നവരെ. ഇതാൻ രാഷ്ട്രീയം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ആഞ്ഞാഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ പോലും ശ്രീമാൻ നരേന്ദ്ര ദാമോദരന് അല്പം ഭയമില്ലായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ബീസ് അല്ലെങ്കിൽ സൗജന്യങ്ങളൊക്കെ വാരി വിതറുന്നത്. എവിടം വരെ എത്തുമെന്ന് കാത്തിരുന്ന് കാണാം.